आज का वचन का अभ्यास के लिए हम आएंगे। നമ്മുടെ കർത്താവിനെ നമുക്ക് ക്രൂശിൽ ലഭിച്ചതിന്റെ അനുഗ്രഹങ്ങളാണ് എപ്പോഴും നമ്മൾ ക്രൂശ് മുഖാന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. हम क्रूस का विषय में जब भी हम पढ़ते समय में हम हमेशा देखते हैं कि उस क्रूस के द्वारा हमें मिला जो फायदा क्या है, वो आशीष क्या है, वो हम देखते हैं। ക്രൂശിന് ശേഷവും യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തതിനോടുള്ള ബന്ധത്തിൽ ആർക്കൊക്കെ ക്രൂശ് ബെനിഫിറ്റ് ആയോ അവർക്ക് വേണ്ടി മഹാപുരോഹിതനായിരിക്കുന്ന ഒരു ശുശ്രൂഷ കൂടെ ഉണ്ട്. परंतु क्रूस का वो सेवा के बाद भी प्रभु यीशु मसीह का वो सेवा वहां पर खत्म नहीं होता। जिन जिन विश्वासियों के लिए क्रूस का लाभ हुआ है उन विश्वासियों के लिए प्रभु एक महायाजक का सेवा भी करता है। അപ്പോൾ അവിടെ നമുക്ക് ഈ എബ്രായ ലേഖനം മുഴുവനും യേശുക്രിസ്തുവിന്റെ പുത്രൻ എന്ന നിലയിലുള്ള മഹാപൗരോഹിത്യ ശുശ്രൂഷയാണ്. इसके लिए इब्रानियों का पुस्तक में पढ़ते समय में वहां पर किस तरह ये हमारे लिए महायाजक का सेवा का विषय का क्या क्या बातें हैं, वो बात को हम देखते हैं। അപ്പോൾ നമ്മളും ദൈവ മക്കളാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്. हम लोग भी परमेश्वर के पुत्र है। പക്ഷേ ദൈവത്തിന്റെ പുത്രന്മാരെല്ലാം പുരോഹിതന്മാരാകണമെന്നാണ് ദൈവത്തിന്റെ ഹൃദയാഗ്രഹം. परंतु परमेश्वर का हृदय आग्रह यही है कि जो पुत्र है वो लोग सब लोग याजक बने। ഈ പുത്രന്മാരെല്ലാം ക്രിസ്തുവിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പൗരോഹിത്യ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടതുപോലെ കഴിയില്ല. ये पुत्र लोग अगर या हमारा महायाजक प्रभु यीशु मसीह की ओर ध्यान नहीं करेंगे तो हमारे जीवन में जो याजकीय सेवा का विषय आता है उसको पूरा करने नहीं हो पाएगा। അപ്പൊ നമ്മള് ഈ എബ്രായ ലേഖനം മുഴുവനും യേശുക്രിസ്തു എങ്ങനെ ദൈവഹൃദയത്തിന് സ്വസ്ഥത കൊടുത്തു എന്നാണ്. കാരണം നമ്മൾ വഴി ദൈവഹൃദയം സ്വസ്ഥമല്ല. കാരണം നമ്മുടെ പാപം ഒരു പിതാവിന്റെ ഹൃദയത്തിന് വളരെ വേദന ഉളവാക്കി. इसलिए इब्रानियों का पुस्तक पढ़ते समय में वहां पर हम देखें किस तरह परमेश्वर का तृप्तता और विश्राम के बारे में हम देखते, क्योंकि हमारा पाप के वजह से परमेश्वर का विश्राम में भंग हुआ था, रुकावट आया था। അപ്പൊ അത് നമ്മള് ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദ്ധനുഭവം ഉണ്ട്. അത് നമ്മള് എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നു. इब्रानियों 4:9 में पढ़ते समय में परमेश्वर का जन को एक शब्द है, यानी कि एक विश्राम है करके हम पढ़ते हैं। അപ്പൊ ശബത്ത് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് കൊടുത്ത 7-ാം നാളിലുള്ള ശബത്തിനെ കുറിച്ചല്ല. तो यहाँ पर जब शब्द बोलते समय में वो वाला शब्द थी जो 7वां दिन इस्राएली लोगों को विश्राम के लिए दिया था, उसका विषय नहीं। നമ്മുടെ ജീവിതം മുഴുവനും ഒരു വിശ്രമമാണ്. हमारा जीवन पूरा रीति से एक विश्राम है। അപ്പോൾ ആ വിശ്രമത്തിൽ നിന്നും അല്ലെങ്കിൽ ലഭിക്കുന്ന ആ സന്തോഷമാണ് അല്ലെങ്കിൽ ആ വിശ്രമമാണ് ദൈവഹൃദയത്തിന് സന്തോഷം കൊടുക്കുന്നത്. और यही विश्राम है जो परमेश्वर का मन को तृप्त किया आनंद करता है। അപ്പോൾ പഴയ നിയമത്തിലെ ആ വിശ്രമം അവർ അനുഭവിച്ചില്ല. परंतु पुराने नियम में वो लोग वो विश्राम का अनुभव नहीं किया। കാരണം അവര് ആ നാളിൽ ദൈവത്തെ തൃപ്തിപ്പെടുത്താതെ അവര് ദൈവ ഇഷ്ടം ചെയ്യാതെ ജീവിച്ചതാണ് ദൈവത്തെ അനുസരിച്ചില്ല എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. तो मतलब क्योंकि उन दिनों में परमेश्वर की इच्छा के अनुसार वो लोग नहीं चलते थे, परमेश्वर का मन को तृप्त नहीं किया, यानी कि कहने का मतलब यह है कि परमेश्वर का आज्ञा का पालन नहीं किया। നമുക്കതിന്റെ ദൈവമക്കളെ അല്ലെങ്കിൽ ദൈവത്തെ ജനം അനുസരിച്ചില്ല എന്നുള്ളത് സബത്ത് ലംഘിച്ചു എന്നതാണ്. അതായത് അവർക്ക് ജനം വിശ്രമമില്ല, അവർ പിന്നെയും എന്തിനൊക്കെയോ വേണ്ടി അധ്വാനിക്കുകയാണ്. അതാണ് 11-ാം വാക്യം. तो उसका 11 वाक्य में हम पढ़ते समय में हम देख सकते हैं कि उन लोगों को अभी भी एक विश्राम बाकी रह गए। मतलब कुछ तो बात के लिए वो लोग अभी भी मेहनत कर रहे थे, कार्य कर रहे थे, जिसकी वजह से वो लोग विश्राम में प्रवेश नहीं कर पाए। നമ്മള് വിശ്രമത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറഞ്ഞിട്ടില്ല. हमें कभी भी विश्राम के लिए मेहनत करने के लिए बोला नहीं है। അവിടെ നോക്കുക 11-ാം വാക്യം നമ്മൾ വായിക്കുന്നത് 11 में जब हम पढ़ते समय में ടു എൻറ്റർ ഇൻടു ദ റെസ്റ്റ്, നമ്മൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനാണ് പറയുന്നത്. तो वहां पर हम देखो उस विश्राम में प्रवेश करने का प्रयत्न करें, तो वहां पर प्रवेश करने के लिए बोला है। ഇവിടെ ലേബർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന പദം ആ ലേബർ എന്നുള്ളതല്ല. നമ്മൾ അതിനെ ഉത്സാഹിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി അന്വേഷിക്കുക, എങ്ങനെയാണ് ഈ സ്വസ്ഥത പൂർണ്ണമായിട്ടും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും, കുടുംബ ജീവിതത്തിലെ, മക്കളോടുള്ള ബന്ധത്തിലെ, സഭയോടുള്ള ബന്ധത്തിലെ, നമ്മുടെ ഫൈനാൻസിലെ, ജീവിതത്തിന്റെ എല്ലാ തലത്തിലും എങ്ങനെയാണ് ദൈവത്തിന്റെ വിശ്രമത്തിൽ നമ്മൾ പങ്കാളിയാകുന്നത്, ഏതാണ് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ പൊതുവെ വിശ്രമം ഇല്ലാത്തവരാണ്. तो वहां पर प्रयत्न करो करके बोलते समय में कुछ मेहनत करने का विषय नहीं है, बल्कि उस विषय में हमें खोज करना है, उसके पीछे का आनंद हमें ढूंढना है। क्योंकि एक विश्वासी होने के नाते हमारा जीवन का अनुभव में हमारा जीवन का हर एक क्षेत्र में, हमारा स्वाभाविक जीवन में, हमारा कामकाज के जीवन में, पारिवारिक जीवन में, हम जहाँ पर नौकरी करते हैं, वो सब जगह पर हम लोगों को इस विश्राम में प्रवेश करने का अवस्था होना चाहिए, क्योंकि स्वाभाविक रीति से हमारे पास ये विश्राम नहीं है।
നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമുക്ക് സ്വന്തമായി അധ്വാനിച്ച് ഈ വിശ്രമത്തിലേക്ക് വരാമെന്ന്. इसलिए पहले बात पहले ये कभी नहीं सोचना कि हम लोग खुद मेहनत करके ये विश्राम में को आप हासिल कर सकते हैं, ऐसा कभी नहीं सोचना. നമ്മൾ ആ 11-ാം വാക്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, क्योंकि 11 वाक्य वहां पर स्पष्ट रीति से कहता है ദൈവം വിശ്രമത്തിലാണ്. परमेश्वर विश्राम में है. എങ്ങനെയാണ് ദൈവം വിശ്രമത്തിൽ പ്രവേശിച്ചത്? परमेश्वर कैसा विश्राम में प्रवेश किया? യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ ദൈവഹൃദയം സമ്പൂർണമായി സ്വസ്ഥമായി. जब यीशु मसीह ने पाप का हल निकाला, पाप का विषय का जो भी विषय था उसका हल निकाला, तो परमेश्वर का हृदय में तृप्तता आया. അപ്പം പാപക്ഷമ കൊണ്ട് നമുക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ അതേ സമാധാനമാണ്. ദൈവത്തിന്റെ റെസ്റ്റിലാണ് നമ്മൾ വിശ്രമിക്കുന്നത്, നമ്മൾ പ്രവേശിക്കുന്നത് എന്ന് അറിയണം. इसीलिए हमें पाप का विषय में जब छुटकारा आते समय में हमें जब विश्राम मिलता है, वो हमें समझना है कि वो परमेश्वर का विश्राम में प्रवेश कर रहा है. हमारा विश्राम नहीं है, वो परमेश्वर का विश्राम है. അപ്പൊ ദൈവത്തിന് വിശ്രമിക്കത്തക്ക ഉള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ റെസ്റ്റിന് വേണ്ടിയുള്ള ഒരു അധ്വാനം നടന്നില്ല ഇതുവരെ. इसलिए इस विश्राम के विषय में देखते समय में उसका काम अभी तक पूरा नहीं हुआ है. അല്ല, യേശു ക്രിസ്തു വരുന്നത് വരെയും അതിന്റെ പ്രവൃത്തി നടന്നില്ല. अब हाँ सॉरी, मतलब अभी जब तक यीशु का जन्म नहीं हुआ था, या यीशु जब तक मसीहा बनकर भूमि में नहीं आया था, तब तक वो विश्राम का कार्य हुआ नहीं था. നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, इसीलिए हम लोग यूहन्ना का सुसमाचार उसका 10वां अध्याय അതിന്റെ 37-ാം വാക്യം വായിക്കുകയാണ്. उसका 37 में पढ़ते हैं. यूहन्ना 10 का 37 में അവിടെ എന്താ വായിക്കുന്നത്? यदि मैं पिता का काम नहीं करता तो मेरी प्रयत्न ना करो, എന്തിനാണ് प्रतीति ना करो, मेरा प्रतीति ना करो. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? उसका मतलब क्या है? ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താനാണ്. परमेश्वर ने अपने पुत्र को इस जगत पर क्यों भेजा? पाप का हल के लिए. അതാണ് നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായം, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ചെയ്യണം. അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരം യാഗമാക്കിക്കൊണ്ട് ഒരു പരിഹാരം ഉളവാക്കി. അല്ലെങ്കിൽ നമ്മൾ ഈ വാക്യത്തിന്റെ പൂർത്തീകരണം മനസ്സിലാക്കാൻ എബ്രായ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം. ये बात का पूर्तिकरण को अगर हमें समझना है तो हम लोग इब्रानी का पुस्तक 10 में हम पढ़ते समय में हम देख सकते हैं, वहां पर कहता है कि हे प्रभु तेरा इच्छा को मैं पूरा करने के लिए मैं आता हूं करके, वहां पर वो बोलकर मेरा जो देह को है मैं बलिदान करूंगा करके विषय में वो कहता है. അപ്പൊ ദേഹം, യേശു ക്രിസ്തുവിന്റെ ശരീരം യാഗമാക്കിക്കൊണ്ട് ദൈവത്തെ സമാധാനപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ അസ്വസ്ഥത അനുഭവിക്കുന്നതാണ് ദൈവത്തിന് അസമാധാനം ഉണ്ടാക്കുന്നത്. तो देह के एक बार का बलिदान चढ़ाने की वजह से क्या हो गया? परमेश्वर को वहां पर विश्राम मिला. तो वहां पर परमेश्वर को तब तक विश्राम नहीं था, क्योंकि हम लोग अभी भी हमारा पाप में जीने की वजह से परमेश्वर का मन तृप्त नहीं था. അപ്പം 10-ന്റെ 10 വായിക്കുകയാണ്. 10 का 10 में हम पढ़ते हैं. അപ്പൊ യേശു തന്റെ ശരീരത്തിലൂടെ ഒരു യാഗം അർപ്പിച്ചതാണ് ദൈവം കൊടുത്ത പ്രവൃത്തി. तो मतलब यीशु मसीह ने कि अपने देह के द्वारा एक बार का बलिदान जो चढ़ाया, वही वो बलिदान का कार्य है जो परमेश्वर ने यीशु मसीह को सौंपा था. അപ്പൊ യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വന്നപ്പോൾ എന്റെ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടതായിട്ട് ദൈവം കണ്ട് ദൈവം സ്വസ്ഥത അടയുകയാണ്. तो यीशु मसीह के जो कार्य के द्वारा उसने जो जिम्मेदारी उसको दिया था उसने वो पूरा किया करके जब पिता परमेश्वर ने देखा तो पिता परमेश्वर का हृदय में विश्राम आया. അങ്ങനെ അതിന്റെ 14-ാം വാക്യം. और फिर 14 में जब हम पढ़ते हैं, അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തെ ഒരിക്കലായി എന്നേക്കുമായിട്ട് അവൻ റെസ്റ്റ് കൊടുത്തു. इस तरह परमेश्वर का हृदय को वो एक बलिदान के द्वारा सदा के लिए परमेश्वर का मन को तृप्त करके विश्राम दिया. അപ്പൊ ഇതാണ് നമ്മുടെ വിശ്രമത്തിന്റെ അടിസ്ഥാനം. ദൈവത്തിന്റെ അതേ വിശ്രമത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. और यही है हमारा विश्राम का आधार, क्योंकि जो विश्राम परमेश्वर ने प्रवेश किया है उसी में हम भी विश्वासी लोग भी प्रवेश कर रहे हैं. ഇപ്പൊ നമുക്ക് ഇവിടെ വീടില്ലെന്ന് വിചാരിച്ചോ, കാറില്ലെന്ന് വിചാരിച്ചോ, നമുക്ക് പൈസ ഇല്ലെന്ന് വിചാരിച്ചോ ഒന്നും അല്ല ദൈവം അസ്വസ്ഥപ്പെടുന്നത്. तो अभी हमारे पास घर नहीं है, हमारे पास कार नहीं है, हमारे पास पैसा नहीं है, तो ये सब बातें सोचकर परमेश्वर कभी चंचलित नहीं होता. ഇതൊന്നും അല്ല ജീവന് കാരണം. क्योंकि ये सब जीवन का कारण नहीं है. നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, നരകം ഒഴിഞ്ഞു പോകണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ പരമയാഗമാണ് ദൈവഹൃദയത്തെ തൃപ്തിപ്പെടുത്തുന്നത്. परंतु हमें स्वर्ग में अगर प्रवेश करना है, नरक से अगर बचना है, तो यीशु मसीह का एकमात्र बलिदान ही उसका जवाब है. അപ്പൊ എന്റെ പാപങ്ങൾ ഇനി നിലനിൽക്കുകയില്ലെന്നും അതെല്ലാം യേശുക്രിസ്തു കംപ്ലീറ്റ് പരിഹരിച്ചെന്നും ഉള്ള ഒരു വിശ്രമം എന്റെ ഹൃദയത്തിൽ എത്തിയില്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്രമം അല്ല നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം വിശ്രമങ്ങളാണ്. तो मेरा पाप का हल का विषय में उसके लिए प्रभु यीशु मसीह ने कार्य किया है करके वो बात का अगर विश्वास नहीं, परमेश्वर ने यीशु मसीह का कार्य को
हेलो, 10ാം അധ്യായത്തിന്റെ എബ്രായ ലേഖനം 10:17 इब्रानियों 10 का 17 जब हम पढ़ते हैं, ദൈവം പറയുകയാണ്, वहां पर हम देखते हैं ഇങ്ങനെ ഒരു യാഗം അർപ്പിച്ചത് കൊണ്ട് പാപികളുടെ അല്ലെങ്കിൽ നമ്മുടെ ദൈവമക്കളായവരുടെ പാപങ്ങൾ ഇനി ദൈവം ഓർക്കുന്നില്ല. ദൈവത്തിന് എന്തൊരു സമാധാനമാണെന്ന് അറിയാം. क्योंकि इसलिए एकमात्र बलिदान, यीशु मसीह ने एकमात्र बलिदान चढ़ाने की वजह से हमारा सारा पापों को और अधर्म के कामों को परमेश्वर अभी स्मरण नहीं करता। ये हमारे लिए कितना आशीष का बात है। അപ്പൊ അതിനുവേണ്ടിയാണ് യേശു അധ്വാനിച്ചത്. ये अवस्था में आने के लिए यीशु मसीह ने मेहनत किया. അപ്പൊ അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട, ഞാൻ ദൈവത്തെ വിശ്രമിപ്പിക്കാൻ അധ്വാനിച്ചത് നിങ്ങൾ വിശ്വസിപ്പീൻ. इसलिए हम लोग यूहन्ना में हमने पढ़ा कि तुम लोग, तुम्हारा मेरा प्रतीति करने का इस कारण होना चाहिए कि मैंने पिता परमेश्वर का हृदय को तृप्त करके विश्राम दिया, उस बात पर तुम विश्वास करो. അപ്പം പുത്രന് മാത്രമേ പിതാവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ എന്നിൽ വിശ്വസിക്കും. അതിന്റെ അർത്ഥം അതാണ് നമ്മള് യോഹന്നാന്റെ സുവിശേഷം 10ാം അധ്യായം. तो यूहन्ना 10 में इसलिए यीशु मसीह है जो परमेश्वर को का कार्य पर परमेश्वर को विश्राम दे सकता है, वो एकमात्र व्यक्ति यीशु ही है करके ये बात पर विश्वास आना चाहिए हमें. അത് 38ാം വാക്യം 10:38. यूहन्ना 10 का 38 में हम पढ़ते हैं. അപ്പൊ യഹൂദന്മാർക്കറിയാം യേശു ക്രിസ്തുവിന് മാത്രമേ കൽപ്പനകൾ നിവർത്തിച്ച് പാപപരിഹാരം വരുത്താൻ കഴിയുകയുള്ളൂ. ദൈവം നേരത്തെ തന്നെ പ്രവചനങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. तो यहूदी लोगों को पहले से ही मालूम था, क्योंकि परमेश्वर ने भविष्यवाणी में दिया गया था जो मसीहा आएगा वही परमेश्वर को तृप्त कर सकता है करके ये बात का जानकारी यहूदी लोग जानते थे. അപ്പോൾ ഇവൻ മറിയയുടെ മകനാണ്, കാർപ്പന്ററിന്റെ മകനാണ്, താഴ്ന്ന കുടുംബത്തിലാണ് ജനിച്ചത്, വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ അവർ വിശ്വസിച്ചില്ല. അപ്പൊ യേശു പറയാണ്, ഞാൻ പിതാവിനെ സമാധാനിക്കാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്ന മശിക ഞാനാണെന്ന് നിങ്ങൾ വിശ്വസിപ്പീൻ. അതാണ് അതിനെ പറയുന്നത്. तो इसीलिए तो जब यीशु को देखते समय में मरियम का बेटा है, एक कारपेंटर का बेटा है, गरीब कुटुंब में है बोलकर उनको ये यीशु पर जो मसीहा है करके विश्वास नहीं होने की वजह से, इसलिए यीशु जब उनको कहता है कि परंतु मैं पिता का कार्य करता हूँ, ये बात को देखकर तुम विश्वास करो, पिता ने जिस उद्देश्य से मुझे भेजा है वो कार्य को पूरा करने आया हूँ, ये बात को देखकर तुम विश्वास करो. അപ്പോൾ എന്താണ് യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തി? इसलिए यीशु मसीह ने क्या कार्य किया? പാപങ്ങൾക്ക് എന്നേക്കും പരിഹാരം വരുത്തി ദൈവത്തിന് വിശ്രമം കൊടുത്തു. पाप के लिए सदा के लिए हल निकाल कर परमेश्वर को विश्राम दिया. ആ വിശ്രമത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. അതാണ് നമ്മള് എബ്രായ ലേഖനത്തിൽ വായിച്ചത്. वो विश्राम में हमें प्रवेश कराता है जो हमने इब्रानियों का पुस्तक 4 में हमने पढ़ा. അങ്ങനെ നമ്മൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിതാവിന്റെ ദൈവത്തിന്റെ അതേ വിശ്രമമാണ് നമുക്കും ഉള്ളത്. इस तरह जब हम लोग विश्राम में प्रवेश करते समय में पिता परमेश्वर जैसा शांत और विश्राम के अनुभव में आनंदित है, उसी विश्राम का आनंद हमें भी है. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പിതാവ് അറിയുന്നു. तो उसका जिसके वजह से अभी हमारा जीवन का सब बातों को पिता परमेश्वर जानता है. അവിടെ നമ്മള് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, ഒരു പിതാവിന്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ സ്വർഗീയ പിതാവിന്റെ റെസ്പോൺസിബിലിറ്റി. എന്റെ പിതാവ് നല്ലവനാണ്, കാരണം തന്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും ചിന്തിക്കുകയും മക്കൾക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നവനാണ് എന്റെ പിതാവ് എന്ന് യേശു ക്രിസ്തു ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. इसलिए वहां पर यीशु मसीह पिता के बारे में परिचय कर देते समय में वो ये कहता है कि स्वर्गीय पिता इस तरह का पिता है कि अपने बच्चों का सारा जरूरतों को वो जानता है. അപ്പൊ നമ്മുടെ അവിടെ നമ്മള് മത്തായിയുടെ സുവിശേഷം അതിന്റെ 6ാം അധ്യായം, मत्ती का पुस्तक उसका 6वां अध्याय में അതിന്റെ 32ാം വാക്യം, उसका 32 में जब हम पढ़ते हैं मैथ्यू 6:32, 31 32, उसका 31 और 32 में നമ്മൾ പാപപരിഹാരം വന്ന ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാതെ നമ്മുടെ ഇന്നത്തെ എന്ത് തിന്നും എന്ത് ഉടുക്കും എന്നൊക്കെയുള്ള ഭൗമിക വിഷയത്തിൽ മനം കലങ്ങി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജാതികൾ അല്ലെങ്കിൽ ദൈവം പിതാവായിട്ട് തീർന്നിട്ടില്ല. तो हम लोग हमारा जीवन में जब जीते समय में क्या खाए, क्या पिए, क्या पहने, ये सब बातें जो अन्य जाति लोग खोज कर और अन्य जाति लोग हमेशा विचलित रहते हैं, उस बात पर हम लोग भी क्यों विचलित हो रहे हैं? क्योंकि अभी तक परमेश्वर हमारा पिता नहीं बना इसके लिए. 32ാം വാക്യം, उसका 32 में हम देखते हैं ഈ ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. क्योंकि अन्य जाति है जो ये सब वस्तुओं का खोज रखते हैं, കാരണം അവർക്ക് ദൈവം പിതാവല്ല. क्योंकि उनके लिए परमेश्वर पिता नहीं है. അവർക്ക് വേണ്ടി യേശു ക്രൂശിൽ പ്രവർത്തിച്ചിട്ടില്ല. उनके लिए यीशु मसीह ने क्रूस में कार्य नहीं किया. ദേഹം എന്ന തിരശ്ശീല ചിന്തി പിതാവിലേക്ക് കൊണ്ടുവന്നില്ല. परमेश्वर का देह वहां पर वो सवाल होकर वो पर्दा फट गया है, ये अनुभव अन्य जाति को नहीं है. അവർ മക്കളായില്ല. वो लोग अभी तक बच्चे नहीं बने. മക്കളായവരെ സംബന്ധിച്ചിടത്തോളം, परंतु जो बच्चे बन चुके हैं उनके बारे में कहता है പിതാവിന് മക്കളെ സംബന്ധിച്ച് സമാധാനമുണ്ട്. കാരണം അവർ പാപികളല്ല, ഇപ്പോൾ എന്റെ മക്കളാണ്.
परमेश्वर के विषय में बच्चे लोग जो है उनके विषय में देखा जाए तो उनके जीवन में शांति है। क्यों? क्योंकि वो लोग परमेश्वर के बच्चे बन चुके हैं। അതിന്റെ 32 വാക്യം, उसका 32 में हम पढ़ते हैं, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, और तुम्हारा स्वर्गीय पिता, ഹെവൻലി ഫാദർ, तुम्हारा स्वर्गीय पिता അവൻ അറിയുന്നു वो जानता है നമുക്കിതൊക്കെ ആവശ്യമാണെന്ന്. कि तुम्हें ये सब वस्तुओं का जरूरत है। അപ്പം ഇത് എത്രയോ ഭയങ്കര ഒരു ഒരു ആത്മീയ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ്, സമാധാനമാണ്. എന്റെ പിതാവ് അറിയുന്നു. तो ये बातें हमें कितना वाला खुशी देने वाला बात है कि मेरा स्वर्गीय पिता जानता है। യേശു ആണ് ഏകപുത്രൻ. क्योंकि यीशु ही परमेश्वर का एकमात्र पुत्र है। യേശു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അവൻ അറിയാം അവന് പാപം സംബന്ധിച്ച് എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കണമെന്ന് അവൻ അറിയാം. പക്ഷെ അവന്റെ ആശ്വാസം എന്റെ പിതാവ് എല്ലാം അറിയുന്നു എന്ന നിലയിലാണ്. കാരണം യേശുവിന്റെ പിതാവാണ് ദൈവം. तो यीशु जब इस दुनिया में जीते समय में, इस दुनिया में जीते समय जो भी अवस्था है, जो भी तकलीफ है, वो अवस्था का दुर्दशा में सब बातों में जानता था यीशु क्या तकलीफ होगा। परंतु उस सब परिस्थितियों में उसको एक पिता है जो देखभाल कर रहा है, संभाल रहा है करके ये बात का आश्वासन में यीशु मसीह जिया। അപ്പൊ യേശു കാൽവരി ക്രൂശിൽ പ്രവർത്തിച്ച് ദൈവഹൃദയത്തെ തൃപ്തിപ്പെടുത്തിയ, പാപപരിഹാരം വരുത്തിയ സമാധാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാത്തതാണ് അനുസരണക്കേട് എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. तो इब्रानियों को पुस्तक में आज्ञाकारिता नहीं मानना करके जब हम पढ़ते समय में मतलब क्या है, यीशु मसीह ने जो विश्राम का कार्य कर हमें परमेश्वर को विश्राम में लाया हुआ कार्य को ना देकर विश्वास नहीं करना, उसी को है आज्ञा ना मानना कहते हैं। അപ്പം ദൈവത്തെ വിശ്രമത്തിലേക്ക് കൊണ്ടുവരാനാണ് യേശു ക്രൂശിൽ പ്രവർത്തിച്ചത്. तो इसलिए यीशु मसीह ने क्रूस पे क्यों कार्य किया? परमेश्वर को विश्राम देने के लिए। അപ്പൊ അവിടെ 10-ാം വാക്യം നമ്മൾ എബ്രായ ലേഖനം 4:10 വീണ്ടും വായിക്കുകയാണ്. इब्रानियों 4:10 में हम लोग पढ़ते हैं, അവൻ ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് ഇനിയും ദൈവത്തിന് സ്വസ്ഥത കിട്ടാൻ ആരും പ്രവർത്തിക്കണ്ട. तो अभी परमेश्वर की न्याय अपने कामों में पूरा करके विश्राम किया है, मतलब परमेश्वर को अभी कोई काम करने का जरूरत नहीं है। യേശു ക്രിസ്തു തലചായ്ച്ച് ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത് പറഞ്ഞു എല്ലാം നിവൃത്തിയായി. यीशु मसीह ने अपना सिर झुकाकर कहा कि पिता, मनुष्य के विषय में उद्धार का बात का जो भी बातें हैं वो सब बातें पूरा हो चुका है करके अपना सर झुकाकर कहा। ഇതാണ് ദൈവത്തിന്റെ വിശ്രമം. ये काम था परमेश्वर का विश्राम। ഇതേ സ്വസ്ഥത നമ്മൾ പങ്കാളിയാകണം, അതിലേക്ക് എൻ്റർ ചെയ്യണം. यही विश्राम में हमें भी भागी होना है, इसमें हमें भी प्रवेश करना है। അപ്പോൾ അതിലൊരാൾ അനുസരണം കാണിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ നിലയിൽ സമാധാനം കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും മക്കൾ വഴിയോ അപ്പൻ വഴിയോ ഭാര്യ വഴിയോ ഭൂമിയിൽ എന്തെങ്കിലും ഭൗമിക സമ്പത്തുകൾ നേടിയോ ഒക്കെയും സമാധാനം ഉണ്ടായി ജഡത്തിൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല. परंतु ये बातों को छोड़कर यीशु मसीह ने जो विश्राम का कार्य लाया है वो बात से हटकर विश्वास कोई लोग अगर ये बात को ना जानते हुए दूसरा कोई रास्ता तौर तरीका देकर अपना बीवी, अपना बच्चे, अपना पति, अपना जायदाद, ये सब वस्तुओं में अगर वो विश्राम शांति ढूंढ रहा है तो परमेश्वर ने किया हुआ ये रास्ता को नहीं समझ पाएगा। അപ്പോൾ അവിടെ 11-ാം വാക്യം വായിക്കുകയാണ്. वहां पर 11 में पढ़ते हैं, അപ്പോൾ ആ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് നമ്മൾ അനുസരണം കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് ശരിക്കുള്ള ഒരു വിശ്വാസമല്ല. കാരണം ദൈവം വിശ്രമിക്കുന്നു, ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നു എന്നുള്ളത് ദൈവത്തെ അനീതിയിലേക്കും ദൈവം നല്ലവനല്ല എന്നുള്ള ഒരു അൺബിലീഫിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിലയിലേക്ക് കൊണ്ടുവരികയാണ്. तो परमेश्वर ने जो विश्राम का कार्य किया है वो विश्राम का कार्य को ना समझते हुए मैं अगर यहाँ पर तकलीफ और वेदना में रहकर यत्न करते जा रहा हूँ, मेहनत करते जा रहा हूँ, मतलब प्रभु ने विश्राम किया है, विश्राम का कार्य होने के बाद भी मैं अभी भी अगर यत्न कर रहा हूँ तो मतलब मैं क्या कर रहा हूँ? प्रभु का विश्राम ना समझते हुए प्रभु का कार्यों पर मैं विश्वासघात कर रहा हूँ, प्रभु पर मैं विश्वास नहीं करने की वजह से आज्ञा का उल्लंघन कर रहा हूँ। അപ്പം ദൈവത്തിന്റെ ഈ വിശ്രമം നമുക്ക് അതിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും, നമ്മുടെ ഭൗമിക വിഷയത്തിലെ, കുടുംബജീവിതത്തിലെ, ജോലി കാര്യങ്ങളിലെല്ലാം നമുക്ക് സമ്പൂർണമായൊരു വിശ്രമം കിട്ടുന്ന പ്രവൃത്തിയാണ് യേശു ക്രൂശിൽ ചെയ്തത്. इसलिए यीशु ने जब क्रूस पर जब कार्य करते समय में उस क्रूस के कार्य के द्वारा जो विश्राम जो प्रभु ने दिया वो विश्राम हमारे जीवन के हर भाग में, चाहे हमारा पारिवारिक जीवन हो, हमारा मानसिक अवस्था हो, हमारा कामकाज हो, हर बातों में, हर चाल चलन के क्षेत्र में प्रभु ने वो विश्राम दिया है। അപ്പോൾ ദൈവത്തിന്റെ വിശ്രമം ഭംഗം വരുത്താതിരിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഇന്ന് ദൈവസന്നിധിയിൽ മഹാപുരോഹിതനായിരിക്കുന്നത്. तो ये विश्राम अभी ना टूटने के लिए प्रभु यीशु मसीह हमारे लिए पिता परमेश्वर की उपस्थिति में वो महायाजक का सेवा कर रहा है। അപ്പൊ യേശുവിന്റെ മഹാപുരോഹിതൻ എന്ന ശുശ്രൂഷ നമുക്ക് നമ്മുടെ വിശ്രമം സ്വസ്ഥത മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്.
तो इसके लिए यीशु मसीह अभी पिता परमेश्वर की ओर महायाजक के रूप में सेवा करते सेवा में अभी भी ये कर रहा है ना। അതിന്റെ 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഏത് എബ്രായ ലേഖനം 6-ാം അധ്യായം इब्रानियों का पुस्तक 6वां अध्याय में അതിന്റെ 18-ാം വാക്യം उसका 18 में जब हम पढ़ते हैं, इब्रानियों 6 का 18 पढ़े, ताकि दो बेबदल बातों के द्वारा जिनके विषय में परमेश्वर का झूठा ठहरना अनहोना है, हमारा दृढ़ता से ढाढ़स बन जाए, जो शरण लेने को इसलिए दौड़े हैं कि उस आशा को जो सामने रखी हुई है प्राप्त करे। അപ്പൊ ഇവിടെ ദൈവം ഒരു നമ്മുടെ ദേഹികൾക്ക് കംപ്ലീറ്റ് വിശ്രമവും ഒരു വലിയ ഹോപ്പും കിട്ടുന്ന രണ്ട് കാര്യം ദൈവം ചെയ്തു. ഇമ്മ്യൂട്ടബിൾ. ഈ രണ്ട് കാര്യം ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് രണ്ട് ഇമ്മ്യൂട്ടബിൾ തിങ്സ് കർത്താവ് ചെയ്തു. ആർക്കും ദൈവത്തിന് ഫോഴ്സ് പറയാൻ പറ്റത്തില്ല, നമുക്ക് ആർക്കും അത് ബദൽ ചെയ്യാൻ കഴിയത്തില്ല. ആ രണ്ട് കാര്യം എന്താണെന്നാണ് അവിടെ പറയുന്നത്. तो वहां पर देखो, वहां पर ताकि हमारे दो बेबदल बातें ऐसा किया है, मतलब परमेश्वर ने एक ऐसा दो बेबदल बातें हमारे जीवन में किया है जो कभी हट नहीं सकता, जो सदा स्थिर रहने वाला। अभी जब ये जो बोलने वाला प्रभु है वो कभी झूठ नहीं बोलता, इसलिए प्रभु ने एक ऐसा काम किया है जो बदलता नहीं है। वो जीवन का दो बातें हैं, हमें समझना चाहिए वो क्या क्या है। അതിന്റെ 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം उसका 6 का 20 में हम पढ़ते हैं, അങ്ങനെ യേശു മൽക്കീസദേക്കിന് ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി 20 पढ़े, जहाँ यीशु मलकीसदेक की रीति पर सदाकाल का महायाजक बनकर हमारे लिए अगुवा की रीति पर प्रवेश हुआ है। हमारे लिए अगुवा बनकर कर रहा है, हमारे लिए, കാരണം നമുക്ക് ക്രൂശിലാണ് നമുക്ക് വേണ്ടി അവൻ മരിച്ചത് സമാധാനം ഉണ്ടാക്കാൻ. क्योंकि हमें शांति देने के लिए, मेल मिलाप करने के लिए क्रूस पर यीशु मरा। ആ ശാന്തിയെ നിലനിർത്താൻ അവൻ ഇപ്പോൾ പിതാവിന് മുമ്പിൽ മഹാപുരോഹിതനാണ്. उस शांति को बनाए रखने के लिए वो पिता परमेश्वर के सामने हमारे लिए महायाजक है। അപ്പൊ ക്രൂശിൽ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയിൽ ദൈവത്തിന്റെ സ്വസ്ഥതയിലാണ് ദൈവം. तो इसके लिए क्रूस में जो यीशु मसीह ने कार्य किया उस विश्राम में है प्रभु। അതിന് നമ്മൾക്കും ആ വിശ്രമം കിട്ടാൻ രണ്ട് കാര്യം ദൈവം ചെയ്തു. ഒന്ന്, യേശുവിനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ മഹാപുരോഹിതനാക്കി നിയമിച്ചു. तो वो जो विश्राम यीशु ने हमको दिया है वो हमारे में स्थिर बना रहने के लिए दो बेबदल बातें किया है। उसमें से एक बातें क्या है, यीशु मसीह को महायाजक के रूप में ठहरा के रखा है। പക്ഷെ നമുക്കത് വിശ്വാസമായിട്ട് തീരുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് നിങ്ങൾ ആ വിശ്രമത്തിലേക്ക് വരാനുള്ള നമ്മുടെ ഉത്സാഹം കാണിക്കാൻ പറയുന്നത്. നമുക്ക് ഫെയ്ത്ത് വേണം. യേശു ക്രിസ്തു എന്റെ വിശ്രമത്തിന് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മഹാപുരോഹിതനായിരിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള ഫെയ്ത്ത്. तो इसलिए वो ये बात का अवस्था हम नहीं समझ पाते क्योंकि हमारे अंदर विश्वास नहीं है। प्रभु ने किया हुआ बातों पर विश्वास नहीं होने की वजह से हम लोगों को वो शांति और विश्राम का अनुभव नहीं हो पा रहा। इसलिए विश्वास किस बात पर है कि मैं कभी भी मेहनत करके विश्राम ला नहीं सकता। यीशु मसीह है मेरा विश्राम के लिए सारा काम किया, सारा मेहनत किया, बलिदान का सब बात करके पिता परमेश्वर को तृप्त किया है। ये बात का विश्वास होना जरूरी है। രണ്ട്, നമ്മൾ എപ്പോഴും നമ്മൾ തിന്നുക, കുടിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന രീതിയിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവിൽ നമുക്ക് ഗ്യാരണ്ടിയായി തന്ന രണ്ടാമത്തെ കാര്യം, ഒന്ന്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മഹാപുരോഹിതനായ യേശുവിനെ. രണ്ട്, നമ്മൾ പ്രയാസപ്പെടുന്ന ഈ ശരീരം അതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ കരുതാൻ വേണ്ടി നമുക്ക് വേണ്ടി ഹോളി സ്പിരിറ്റിനെ ഒരു ഇറ്റേണൽ ഡെപ്പോസിറ്റ് ആയിട്ട് തന്നത്. നമ്മൾ എഫേസ്യ ലേഖനം तो पहला बात हम देखते हैं कि पहला बात क्या था, जो दो बेबदल बात में पहला बात था यीशु मसीह को हमारे लिए महायाजक के रूप में स्वर्गीय स्थानों में ठहरा कर रखा है ताकि हम लोग विश्राम में कभी ना गिरे। दूसरा बात है हमारा शारीरिक दशा आते समय में, हमारा देह का विषय में आते समय में हमें क्या खाए, क्या पिए, क्या रहे, कहाँ पर क्या पहने, ये सब विषय में हमेशा हम लोग तकलीफ रहकर दुख हो जाता है। वो विषय में हम लोग दुखी ना होने के लिए प्रभु यीशु मसीह हमारा ये दीनहीन देह को एक दिन बदल कर रूपांतर करेगा। वो रूपांतर करने के लिए उन्होंने हमें पहले से ही बयाने में पवित्र आत्मा दिया है करके हम पढ़ते हैं। वो है दूसरा बात जो पवित्र आत्मा को हमारे बयाने में दिया है। എഫേസ്യ ലേഖനം 1-ാം അധ്യായം एफेसियों का पुस्तक पहला अध्याय അതിന്റെ 14-ാം വാക്യം उसका 14 वाक्य में हम पढ़ते हैं। 14 पढ़े, वह उसके मोल लिए हुओं के छुटकारे के लिए हमारा मिरास का बयाना है कि उसकी महिमा की स्तुति हो। अबे
അവിടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് മുദ്രയിട്ട് തന്നു എന്നുണ്ട് വായിക്കുന്നു. वहां पर उसका 13 का आखिरी भाग में हम देखते हैं कि प्रतिज्ञा किए हुए का पवित्र आत्मा का छाप लगी. അതിന്റെ അർത്ഥം उसका मतलब നമ്മുടെ ശരീരം ഇപ്പോൾ പരിശുദ്ധാത്മാവിന് മന്ദിരമായി. हमारा शरीर, हमारा देह अभी पवित्र आत्मा का मंदिर है. അപ്പൊ രണ്ട് കാര്യം. ഒന്ന്, ഈ ദൈവത്തിന്റെ ആലയത്തിൽ യേശു ക്രിസ്തു മഹാപുരോഹിതനാണ്. और इस परमेश्वर का इस मंदिर में जो हम मंदिर बन चुके हैं, इस मंदिर में महायाजक है प्रभु यीशु मसीह. पहली बात, അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ, अगर हम लोग परमेश्वर का मंदिर है तो അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാം സ്വർഗീയ പിതാവ് തരും. उसको मेंटेन करने के लिए, उसको चलाए रखने के लिए जो भी बातें जरूरत है वो सब स्वर्गीय पिता देगा. അത് അപ്പോൾ നമുക്ക് അതാണ് ദൈവത്തിന്റെ വിശ്രമം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിന്റെ അല്ല, വീണ്ടെടുപ്പ് സാധിച്ചില്ല, ഇതുവരെയും യേശു വില കൊടുത്തില്ല, നമ്മൾ ഇപ്പോഴും പാപത്തിന്റെ വഴികളിലാണെങ്കിൽ നമ്മൾ ജാതികളാണ്. तो अगर परमेश्वर का ये अनुभव में अगर हम लोग नहीं है, विश्राम नहीं है, हम लोग अभी भी यत्न कर रहे हैं, प्रभु का बातें समझ में नहीं आ रहा, प्रभु के खरीदे हुए लोग नहीं है, ये सब बातों का और शांति का अनुभव में हम लोग नहीं है, तो हम लोग अभी भी अन्य जाति है, हमारा उद्धार नहीं हुआ है. അപ്പൊ ഇവിടെ നമുക്ക് ദൈവം പിന്നെയല്ല, നമുക്ക് ഭൂമിയിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പ്രാർത്ഥിക്കാൻ ക്രിസ്തുവിനെയും ഭൂമിയിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ. കാരണം ആത്മാവിൽ പ്രാർത്ഥിപ്പീൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നില്ല. റോമലേഖനം അതിന്റെ 8ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ട്. ഇവിടെ ഭൂമിയിൽ താഴെ നമ്മൾ മന്ദിരമെങ്കിൽ ഈ മന്ദിരത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് സഹായിക്കുകയും സ്വർഗത്തിലെ മന്ദിരത്തിൽ യേശുക്രിസ്തു മഹാപുരോഹിതനായി നിന്നുകൊണ്ട് സഹായിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ രണ്ട് ഇമ്മ്യൂട്ടബിൾ തിങ്സ് കർത്താവ് ദൈവം തന്നു എന്ന് പറയുന്നത്. और ये पवित्र आत्मा को जो हमें छाप में हमें दिया हुआ, ये पवित्र आत्मा हमारे लिए भूमि में रहते समय हमारे लिए मध्यस्थी करता है, विनती करता है. जैसा प्रभु यीशु मसीह स्वर्ग में रहकर पिता की उपस्थिति में हमारा कमजोरी के लिए वो विनती करता है, उसी तरह पवित्र आत्मा है, क्योंकि हमें कैसा प्रार्थना करना हमें नहीं जानता, इसलिए पवित्र आत्मा है जो हमारे लिए मध्यस्थी कर वो विनती करता है, ताकि हमारे देह का उद्धार के विषय का बातें आते समय में. तो ये दो बातें हैं, एक है प्रभु यीशु मसीह जो हमारे लिए महायाजक बना है, और दूसरा है पवित्र आत्मा. ये दो बेबदल बातें हमारे जीवन में हमको दिया गया है प्रभु ने. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് ഒരു ഹോളി ഫെയ്ത്തിലൂടെയാണ്. കാരണം ദൈവം തന്ന വിശ്വാസത്തിലൂടെയാണ്. നമ്മൾ യൂദയുടെ ലേഖനം അതിന്റെ 20ാം വാക്യം വായിക്കുമ്പോൾ, हम लोग यूदा का पुस्तक जब 20वां वाक्य जब पढ़ते समय में ये किस तरह हमें प्रार्थना करना नहीं आता, तो भी वो पवित्र विश्वास के द्वारा है हम वो प्रार्थना करते हैं. അപ്പം നമ്മൾ അതിന്റെ 20ാം വാക്യത്തിൽ വായിക്കുകയാണ്, പ്രിയമുള്ളവരെ, इसलिए हम पढ़ते हैं 20 में, हे प्रियो, നിങ്ങളെ തന്നെ നിങ്ങൾ പണിയണം. तुम्हें अपने आप को ही तुम्हें बांधना है. എന്താണ്? वो क्या है? ഞാൻ ഇപ്പോൾ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. मैं अभी परमेश्वर का विश्राम में प्रवेश कर चुका हूँ. കാരണം പിതാവിന്റെ അടുക്കൽ ക്രിസ്തു എനിക്ക് മഹാപുരോഹിതനായിട്ടുണ്ട്. क्योंकि परमेश्वर की उपस्थिति में यीशु मसीह महायाजक के रूप में है. എന്റെ ഹൃദയത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്ക് സഹായിക്കാനായിട്ട് ഇപ്പോൾ എന്റെ ശരീരം ദൈവാത്മാവിന്റെ മന്ദിരമായി തീർന്നിരിക്കുന്നു. और अभी मेरे देह में पवित्र आत्मा जो मेरे में मुझ में बसा हुआ है, वो मुझे पवित्र परमेश्वर का मंदिर बनाकर रखकर पवित्र आत्मा मुझ पर निवास करता है. അപ്പൊ ഇങ്ങനെ ചെയ്തു എന്ന കാര്യത്തിൽ ദൈവത്തിന് ഫോഷ്ക്ക് പറയാൻ പറ്റത്തില്ല. ചെയ്തു, അതാണ് നമ്മൾ റോമലേഖനം എബ്രായ ലേഖനം 6ാം അധ്യായത്തിൽ വായിക്കുന്നത്. तो ये सब बातें जो परमेश्वर ने कर रखा हुआ बात को परमेश्वर झूठ नहीं बोल सकता, क्योंकि ये किया है करके परमेश्वर झूठ नहीं बोलता करके इब्रानी 6 में हम पढ़ते हैं. രണ്ട് വാഗ്ദത്തങ്ങളുണ്ട്. दो എബ്രായ ലേഖനം 6:17. 2:17 में हम देखते हैं कि दो बातें हैं, बेबदल बातें हैं, जिसके विषय में वो शपथ दिया है. അത് കർത്താവ് ദൈവം പറയുന്നത് മാറിപ്പോകത്തില്ല. और ये बेबदल बातें ये हटेगा नहीं. ഇത് ആണയിട്ട് ദൈവം ഉറപ്പാക്കിയതാണ്. उसको शपथ देकर उसको मजबूत किया है. അവിടെ നമുക്ക് അതിന്റെ എബ്രായ ലേഖനം इब्रानियों का पुस्तक 4ാം അധ്യായം 4 का 7ാം അധ്യായം इब्रानियों 7 का 20ാം വാക്യം 20 में पढ़ते हैं. അപ്പൊ പഴയ നിയമകാലത്ത് മഹാപുരോഹിതന്മാര് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമായിരുന്നു. പക്ഷെങ്കിൽ സ്ഥിരം എപ്പോഴും 24 മണിക്കൂർ പ്രാർത്ഥിക്കാൻ അവരെ ആണയിട്ട് ദൈവം ആക്കി വെച്ചില്ല. पुराने नियम में हम देखते हैं महायाजक का काम था हमेशा अपने लोगों के लिए मध्यस्थी करना, प्रार्थना करना, परंतु 24 घंटे ऐसा करने पुराने नियम में नहीं होता था. इसलिए पुराने नियम में कोई भी महायाजक को शपथ देकर नहीं ठहराया था. അതിന് കാരണം ജനത്തിനു വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥിക്കാൻ ദൈവത്തിന് അവർക്ക് കഴിയാഞ്ഞത് കൊണ്ട് അവരെ ദൈവം ഒരു സ്ഥിര പുരോഹിതനാക്കിയില്ല. क्योंकि पुराने नियम में कोई भी महायाजक ऐसा नहीं था कि 24 घंटे लगातार अपने लोगों के लिए विनती कर सदा के लिए वो जी कर सेवा करने की नहीं कर सकता था. इसलिए किसी को भी स्थिर रीति से महायाजक करके नहीं ठहराया था. കാരണം അവർ പാപികളാണ്. क्योंकि वो लोग भी पापी थे.
എന്നാൽ ഇവിടെ നമുക്ക് ദൈവം പുരോഹിതനായി തന്നിരിക്കുന്നത് അതിന്റെ 4:27 परंतु यहाँ पर जब हमें एक महायाजक दिया है, 7 का 27 में पढ़ते समय में यहाँ पर ये महायाजक का विशेषता आप देखते हैं। അവൻ എങ്ങനെയുള്ളവനാണ്? 27 पढ़ना। और महायाजकों की न्याय उससे आवश्यक नहीं कि प्रतिदिन पहले अपने पापों और फिर लोगों के पापों के लिए बलिदान चढ़ाए। हाँ, ऐसा आवश्यकता नहीं। അപ്പോൾ നമുക്ക് വേണ്ടി ഒരു ബലഹീനത അവനില്ല. तो क्योंकि हमारे विषय, उनके विषय के लिए उनके लिए कोई भी बलहीनता नहीं है, कमजोरी नहीं है। അതുകൊണ്ടാണ് അതിന്റെ 26 വാക്യം, उसका 26 में आप पढ़ते हैं। അതുകൊണ്ട് इसीलिए അവൻ നമുക്ക് വേണ്ടി 24 മണിക്കൂർ മധ്യസ്ഥ ചെയ്യുന്നു എന്നുള്ളത് കാര്യം നമുക്ക് ഫെയ്ത്ത് ആയിട്ട് വരാത്തത് കൊണ്ടാണ് നമുക്ക് സ്വസ്ഥതയില്ലാത്തത്. तो हमारे लिए इस तरह का श्रेष्ठ महायाजक है जो हमारे लिए है करके ये बात का विश्वास नहीं होने की वजह से हमारे जीवन में कमजोरी और तकलीफ आता है। അവിടെ വായിക്കുകയാണ് അവനെ 26 पढ़े। सो ऐसा ही महायाजक हमारे योग्य था, जो पवित्र और निष्कपट और निर्मल और पापियों से अलग और स्वर्ग से भी ऊंचा किया हुआ हो। ഇങ്ങനെയുള്ള ഒരു കർത്താവാണ് നമുക്കുള്ളത്. इस तरह का श्रेष्ठ महायाजक प्रभु है हमारा। അപ്പൊ ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ എന്ത് ചെയ്യുന്നു? इस तरह का महायाजक क्या करता है? അതിന്റെ 25 വാക്യം, उसका 25 वाक्य पढ़ना। ദൈവത്തോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമാധാനം ഉള്ളവർ എന്നാണ് അർത്ഥം. तो वहां पर देखो, जिसके लिए उसके द्वारा परमेश्वर के पास आता है। परमेश्वर के पास आना मतलब क्या? परमेश्वर का यही विश्राम में अनुभव करने वाले लोग, എന്നാൽ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു, यानी कि परमेश्वर के साथ मेल मिलाप हो चुका है। ദൈവവുമായുള്ള അകൽച്ച മാറ്റി, परमेश्वर की से जो दूरी था वो दूरी हट गया। നമുക്ക് പത്രോസിന്റെ ലേഖനം അതിന്റെ 3:18 വായിക്കാം. 1 പത്രോസ് 3:18. पहला पत्रोस 3 का 18 भी हम पढ़ते हैं। 3 का 18 पढ़े। इसलिए कि मसीह ने भी अर्थात अधर्मियों के लिए धर्मी ने पापों के कारण एक बार दुख उठाया, ताकि हमें परमेश्वर के पास पहुंचाए। ദൈവത്തോട് അടുക്കണമെങ്കിൽ യേശു ചെയ്ത ക്രൂശിലെ പ്രവൃത്തിയാണിത്. तो परमेश्वर के पास पहुंचा, बोले प्रभु के उपस्थिति में निकट लाने के लिए क्रूस में किया हुआ कार्य है। അതാണ് ഇനി 26 വാക്യം, നമ്മളിപ്പോ 7:25 വാക്യം, എബ്രായർ 7:25 വായിക്കുകയാണ്. उसका 7 का 25 में हम पढ़ते हैं इब्रानियों में। അങ്ങനെ ക്രിസ്തു നിവർത്തിച്ച വേലയുടെ അടിസ്ഥാനം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി, इसलिए प्रभु ने जो कार्य किया है क्रूस में, जो पूरा कार्य किया, उस पूरा कार्य के द्वारा परमेश्वर के जो पास आते हैं, അവർക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ, അത് ഭൗമികമാണെങ്കിലും സ്വർഗീയമാണെങ്കിലും ഏത് ആവശ്യവും നിറവേറ്റാൻ യേശു ക്രിസ്തു 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് എന്നുള്ള സമ്പൂർണ്ണ വിശ്രമം. ऐसे लोगों के लिए वो क्या करता है? पूरा उद्धार करता है। मतलब हमारे जीवन के जरूरत का जो भी बातें हो, वो सब बातों का विषय में वो पूरा करता है, क्योंकि ऐसे लोगों के लिए वो सर्वदा वो जीवित है और वो विनती करता है। तो ये विनती जब प्रभु करता है, वो हमेशा पिता परमेश्वर सुनता है। നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞ് ശിക്ഷ മേടിച്ചു തരാനല്ല യേശു ആയിരിക്കുന്നത്. यीशु मसीह वहां पर हमारा गलतियों को बताकर हमें सजा देने के लिए नहीं वहां पर महायाजक बना है। അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല. ऐसा है तो फिर आपको कभी विश्राम नहीं मिलेगा। പക്ഷെ അങ്ങനെ അല്ലാഞ്ഞിട്ട് പോലും നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് പുത്രൻ ആയിരിക്കുന്നത് എന്നിട്ട് പോലും നമ്മൾ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരിക്കുന്നതാണ് നമ്മൾക്ക് അനുസരണക്കേട് എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. तो ये तो ऐसा नहीं होने के बावजूद भी, मतलब परमेश्वर हमारे प्रभु हमारे खिलाफ नहीं कार्य कर रहा, बल्कि हमारे विश्राम के लिए कार्य कर रहा है। ऐसा होने के बाद भी अगर हमारे अंदर विश्राम नहीं है तो फिर उसी को अनाज्ञाकारिता कहते हैं। इब्रानियों का पुस्तक में पढ़ते हैं। അപ്പൊ അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ എന്താണ്? तो अनाज्ञाकारिता का मतलब क्या है? ക്രിസ്തു വിശ്രമം വരുത്തിയത് നമ്മൾ അനുഭവിക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുന്നതാണ്. അവിടെ നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം, എബ്രായ ലേഖനം 5-ാം അധ്യായം. तो मसीह ने जो विश्राम का कार्य जो किया है, वो करने के बावजूद भी हम लोग प्रभु का बातों के तरीके से नहीं जा रहा, हम लोग खुद मेहनत करके जा रहे हैं, तो उसी को हम अनाज्ञाकारिता कहते हैं। എബ്രായ ലേഖനം 5:7. इब्रानियों 5 का 7 में हम पढ़ते हैं। 5 का 7 पढ़े। 5 का 7। उसने अपनी देहों में रहने के दिनों में ऊंचे शब्द से पुकार कर और आंसू बहा कर उससे जो उसको मृत्यु से बचा सकता था, प्रार्थनाएं और विनती की और भक्ति के कारण उसकी सुनी गई। ഇനി 9-ാം വാക്യം. और फिर 9। അപ്പൊ യേശു ക്രിസ്തു കഷ്ടപ്പെട്ട് നിലവിളിച്ച് അവന് കാൽവറി ക്രൂശിൽ ഗെത്സമനെ തോട്ടിലും കാൽവറിയിലും രക്ഷിച്ച ആ വിശ്രമം, അവൻ കൊണ്ടുവന്ന വിശ്രമം, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവർക്കും അവൻ ഒരുക്കിയ സമാധാനം, പാപമോചനം ഒരാൾക്ക് സമ്പൂർണമായി ഈ ഭൂമിയിലെ ജീവിതത്തിന് സമാധാനം കൊണ്ടുവരുമ്പോൾ ആ അനുസരണമാണ്, അല്ലെങ്കിൽ ആ വിശ്വാസമാണ് അനുസരണമായിട്ട് നമ്മൾ വായിക്കുന്നത്. അവനെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു.
तो ये प्रभु यीशु मसीह हमारे लिए दिन भर हमारे लिए विनती कर कर जोर जोर से रोकर गत्सेमने में और क्रूस पे ये सब कार्य कर कर हमें अनंत काल का उद्धार देने के बाद उस उद्धार में उद्धार दे दिया है, जिसकी वजह से हमारे अंदर वो विश्वास का अनुभव होता है। उस विश्वास के अनुभव के लोगों को, जिसको अगर वो अनुभव नहीं है तो उन लोगों के लिए उनके जीवन है अनाज्ञाकारिता अनुभव आता है। वो 9 में पढ़ते समय में जो आज्ञा मानने वाला करके बोलना मतलब क्या, प्रभु ने जो कार्य किया है उस पर विश्वास करना। वो विश्वास नहीं किया तो अनाज्ञाकारिता हो गया। എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, പഴയ നിയമത്തിലുള്ളവര് ശബത്ത് അനുഷ്ഠിക്കാതെ, അല്ലെ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ആടിനെ അറുക്കുക, യാഗം അർപ്പിക്കുക, പുരോഹിതവർഗത്തെ കൊടുക്കുക, ഇതൊന്നും അവർക്കൊരു സമാധാനം കൊടുത്തില്ല. അവര് സ്വന്തം സമാധാനത്തിന് വേണ്ടി അധ്വാനിച്ചപ്പോൾ ദൈവത്തിന് അവര് സമാധാനത്തിൽ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. तो पुराने नियम में क्या हो गया, परमेश्वर ने 4:11 के अनुसार पुराने नियम में परमेश्वर का विश्राम में वो लोग प्रवेश क्यों नहीं कर पाए? क्योंकि परमेश्वर ने उनको विश्राम के लिए सब काम करके दिया था। उनको मंदिर दिया था, उनको महायाजक दिया, बलिदान करने के लिए बैल बकरी दिया। ये सब होने के बावजूद भी उन लोगों को विश्राम में नहीं प्रवेश कर पाए, क्योंकि उन लोग परमेश्वर का वाक्यों बातों को आज्ञा पालन नहीं किया था। അതുകൊണ്ട് നമ്മൾ ഇനി അനുസരണക്കേട് നിമിത്തം, അവിടെയാണ് 11-ാം വാക്യം, 4-11. 4:11 में हम देखते हैं कि अनाज्ञाकारिता की वजह से ये अवस्था होगा। അപ്പൊ യേശു ചെയ്ത വിശ്രമത്തിന്റെ പ്രവൃത്തി, तो प्रभु ने जो कार्य किया है അത് ദൈവത്തിന് റെസ്റ്റ് കൊടുത്തു. वो परमेश्वर को विश्राम दिया। ആ വിശ്രമത്തിലേക്ക് ഒരു മകൻ പ്രവേശിക്കുമ്പോൾ, उस विश्राम में जब एक बेटा प्रवेश करता है, അവന്റെ ജീവിതത്തിലെ എല്ലാ രംഗത്തും ഒരു സ്വസ്ഥത, പിതാവിന്റെ സ്വസ്ഥത മക്കൾ അനുഭവിക്കുകയാണ്. उसके जीवन के हर एक क्षेत्रों के भाग में वो विश्राम अनुभव करता है, और वो पिता का विश्राम है जो वो बेटा अनुभव करता है। ഇതിനെയാണ് നമ്മൾ പ്രത്യാശ എന്ന് വായിക്കുന്നത്. इसी को हम लोग आशा करके बोलते हैं। അപ്പൊ നമ്മള് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, എബ്രായ ലേഖനം 6-ാം അധ്യായം, 2 കാര്യങ്ങൾ, 2 ഇമ്മ്യൂട്ടബിൾ ആയ തിങ്സ് ദൈവം ചെയ്തു. ഒന്ന്, യേശുക്രിസ്തുവിനെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മഹാപുരോഹിതനാക്കി. 2, നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി തന്നു. ഈ 2 കാര്യവും ഒരു വിശ്വാസിയുടെ ദേഹിക്ക്, സോളിന് ഒരു ഭയങ്കര, ഒരു കപ്പലിനെ സ്വസ്ഥതപ്പെടുത്തുന്ന ആങ്കർ പോലെ ഒരു ഉറച്ച ഒരു നങ്കൂരമാണ്. അതാണ് നമ്മള് 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. तो इसके लिए वहां पर इब्रानियों 6 में पढ़ते समय में 2 बेबदल बातें जो प्रभु ने किया है, वो 2 बेबदल बातों के द्वारा, जिसमें से एक प्रभु यीशु मसीह जो महायाजक के रूप में स्वर्ग में हमारे लिए मध्यस्थी करता है, और दूसरा पवित्र आत्मा है जिसका छाप हमको मिला है और भूमि में हमारे लिए मध्यस्थी करने वाला। ये 2 बेबदल बातों के वजह से क्या हो गया, हमारे प्राणों को एक बहुत ताजगी देने वाला, ठंडक पहुंचाने वाला अनुभव है। जैसा एक जहाज चलते समय में उसका लंगर वो जहाज को सुकून देता है, उसको विश्राम देता है, रुका के रखता है विश्राम में, उसी तरह हमारा प्राण का लंगर है ये 2 बेबदल बातें जो हम लोग इब्रानियों 6:19 में पढ़ते हैं। 19-ാം അധ്യായം വായിക്കുമ്പോൾ 6:19, 6:19 पढ़े। वह आशा हमारे प्राण के लिए ऐसा लंगर है जो स्थिर और दृढ़ है और पर्दे के भीतर तक पहुंचता है। അപ്പൊ ഇങ്ങനൊരു സ്വസ്ഥത ദൈവം നൽകി തന്നപ്പോൾ നമ്മൾ ഭൂമി ഇത് കാണാതെ നമ്മൾ ഭൂമിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് സമാധാനം അന്വേഷിക്കുന്നതെങ്കിൽ നമുക്ക് അത് ദൈവത്തിന്റെ ന്യായവിധി മാത്രമേ നമുക്കുള്ളൂ. കാരണം നമ്മൾ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ ഇതുവരെയും പ്രവേശിച്ചില്ല. तो इतना बड़ा कार्य प्रभु हमारे अंदर करने के बाद भी, हमें विश्राम और शांति देने का और मेल मिलाप करने का इतना बात करने के बाद भी, अगर हमारे अंदर विश्राम और शांति नहीं है और भूमि में हम लोग कुछ बातें ढूंढ रहे हो विश्राम और शांति के लिए, तो मतलब हम लोग, हमारा नया जन्म नहीं है और नरक ही हमारे लिए नियुक्त है फिर। കാരണം ദൈവത്തിന്റെ വിശ്രമം ഇല്ലാത്തവരാണ് നരകം. കാരണം പാപിക്ക് സമാധാനമില്ല എന്ന് ദൈവം പറയുന്നു. तो क्योंकि जिसके पास परमेश्वर का विश्राम नहीं वही नरक में जाएगा। वचन कहता है कि पापी को कभी विश्राम नहीं। അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, അതിനാണ് യേശു മഹാപുരോഹിതനായിട്ടിരിക്കുന്നത്. इसलिए हमारे जीवन में कोई भी ऐसा पाप है जो हमें रुकाकर प्रभु से दूर लेके जा रहा है, तो तुरंत हमें प्रभु के पास अंगीकार करना, क्षमा मांगना है। उसी लिए तो प्रभु यीशु मसीह हमारे लिए महायाजक के रूप में है। അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഹോളി സ്പിരിറ്റിനെ തന്നിരിക്കുന്നത്. और वो बातों को हम देखने के लिए पवित्र आत्मा दिया है। അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അനുതാപത്തിലേക്ക് അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. तो प्रभु का आत्मा हमें पश्चाताप के लिए और मन फिरावट की ओर लेकर जाएगा। അതുകൊണ്ട് റോമലേഖനത്തിലെ ഒരു വാക്യം കൂടെ വായിക്കാം. रोमियो का पुस्तक में एक वाक्य पढ़ते हैं। അപ്പോൾ ഒരു വിശ്വാസി എപ്പോഴും മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. एक विश्वासी हमेशा मन फिराते रहना है। കാരണം ദൈവത്തിന്റെ അല്ലാത്ത ഏതെങ്കിലും സ്വസ്ഥത അനുഭവിച്ചാൽ അവൻ പാപത്തിൽ വീണു.
क्योंकि प्रभु का छोड़कर कोई भी विश्राम में अगर वो प्रवेश करेगा तो वो पाप में गिर जाएगा। അതുകൊണ്ടാണ് അവന് മനസ്സ് തിരിഞ്ഞ് ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം. इसलिए उसको मन फिरकर परमेश्वर का विश्राम में प्रवेश करना है। അപ്പൊ അവിടെ അതിന്റെ റോമലേഖനം 2-ാം അധ്യായത്തിന്റെ रोमियो का पुस्तक 2 अध्याय 4-ാം വാക്യം वाक्य 4 पढ़े। क्या तू उसकी कृपा और सहनशीलता और धीरज रूपी धन को तुच्छ जानता है, और क्या यह नहीं समझता कि परमेश्वर की कृपा तुझे मन फिराव को सिखाती है? അപ്പൊ ദൈവത്തിന്റെ ദയ അവനെ प्रभु का कृपा അല്ലെങ്കിൽ അവന്റെ ദൈവത്തിന്റെ ദയ परमेश्वर का कृपा മാനസാന്തരം നടത്തുന്നു എന്നറിയാതെ അവന്റെ ക്ഷമ, ദീർഘശാന്തി എന്നിവ ഐശ്വര്യം, तो प्रभु का कृपा और सहनशीलता और धीरज ये सब बातों का जो हमें मन फिरावट की ओर ले जाता है, सिखाता है, वो बात का मूल्यता तू नहीं समझता। അപ്പൊ നമ്മുടെ സ്വസ്ഥത ഇല്ലായ്മ നമ്മൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ്. तो हम लोग का जो स्वस्थता और विश्राम का जो अनुभव नहीं है, क्योंकि हमने मन नहीं फिरा। അപ്പൊ അതാണ് നമ്മൾ ആ മുടിയനായ പുത്രൻ, वही हम उड़ाव पुत्र को हम देखते हैं। അവിടെ നോക്കുക, അവനെ മാനസാന്തരപ്പെട്ടപ്പോൾ പറയുകയാണ്, എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് വിശക്കുന്നു, ഞാൻ എന്റെ അപ്പന്റെ വീട്ടിൽ പോകും, എന്റെ അപ്പന്റെ വീട്ടിൽ ഇഷ്ടം പോലെ സ്വസ്ഥതയുണ്ട്. तो जब वो अशांत था तब वो क्या सोचने लगा, अरे देखो मैं कितना अशांत और मैं कितना तकलीफ है, मेरे पिता के घर में देखो मुझे कितना आनंद और शांति था, इसलिए मैं वो विश्राम पाने के लिए मैं पिता के भवन में जाऊंगा। അവൻ വീട്ടിൽ വന്നപ്പോൾ അപ്പൻ പറയുകയാണ്, എന്റെ സന്തോഷം, അതായത് എന്റെ മകൻ തിരിച്ചു വന്നതുകൊണ്ട് നമ്മൾ ആനന്ദിച്ച് സന്തോഷിക്കുക. അപ്പം പിതാവിന്റെ സന്തോഷത്തിലേക്ക് മകൻ പ്രവേശിക്കുകയായിരുന്നു. तो वहां पर जब वो बेटा वापस लौट कर आते समय पिता क्या बोल रहे हैं, चलो आओ हम लोग उत्सव मनाते, क्योंकि मेरा बेटा जो मरा हुआ था वो वापस आ गया, जी उठा है, इसलिए वो वापस आया है, इसलिए आओ हम लोग उत्सव। तो पिता जो उत्सव मना रहा था उसमें बेटा भी प्रवेश हो गया, आनंद करके पूरा घर लोग आनंद उठाया। ഇബ്രാഹിം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അത് തന്നെയാണ് പിന്നെയും പറയുന്നത്. इसलिए इब्रानियों 4 का 1 वापस वही हमसे कहता है, നമ്മൾ വിശ്വാസികളാണ്, हम लोग विश्वासी है, സ്നാനപ്പെട്ടു, बपतिस्मा लिया, പക്ഷെങ്കില് സമാധാനമില്ല, परंतु शांति नहीं। നമുക്ക് വേണ്ടത് ലോകത്തിന്റെ സമാധാനം. കാരണം നമ്മൾ പിന്നെയും ദൈവത്തെ വിളിക്കുന്നത് ലോകത്തിന്റെ സമാധാനം എങ്ങനെ കിട്ടും? ലോകം തരുന്നത് ഭാര്യ നിമിത്തം, അപ്പൻ നിമിത്തം, മക്കൾ നിമിത്തം, നിലങ്ങൾ നിമിത്തം നമ്മൾ ഈ ഭൂമിയിൽ അങ്ങ് കുടികെട്ടി പ്രാർത്ഥന അനാസ്വസ്ഥതയില്ല. ലോകത്തിലുള്ള മനുഷ്യർക്കുള്ളത് എനിക്കില്ല എന്നുള്ള അസമാധാനമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുക. കർത്താവേ, എനിക്ക് അതല്ല വേണ്ടത്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ എനിക്ക് മതി എന്ന രീതിയിൽ ഒരു മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും സ്വർഗം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയും. इसके लिए हमें विश्वासी हो गया है, विश्वासी है, बपतिस्मा हो गया, ये सब हो गया, फिर भी लेकिन क्या हमें शांति नहीं, चैन नहीं, क्योंकि हमें संसार, क्योंकि वो विश्वासी क्या कर रहा है, संसार की इच्छाओं के पीछे जा रहा है, संसार में शांति पाने के लिए जा रहा है, वो पत्नी के पीछे जा रहा है, पति को तृप्त करने जा रहा है, बच्चा, जायदाद, ये सब बातों को खोज कर तृप्तता का कोशिश करने वाला वो व्यक्ति को कभी भी स्वर्गीय विषय का वो आनंद और छुटकारा और तृप्ति उसको कभी नहीं मिलेगा। ये बात को समझकर वो प्रभु की उपस्थिति में वो विश्वासी है क्या, नहीं तो एक बहुत बुरा और एक दशा में वो रहेगा। ऐसा व्यक्ति को एक बार सोचना पड़ेगा, मन फिरकर दोबारा सोचना पड़ेगा क्यों किस अर्थ पर वो विश्वासी बना है। യേശു പറഞ്ഞത്, ഞാൻ എന്റെ സന്തോഷം നിങ്ങൾക്ക് തരും, ലോകത്തിന് സന്തോഷം തരുമെന്നല്ല, പക്ഷെ മനുഷ്യന് തിരിച്ച് മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനം 4:2 വായിക്കുന്നത്, കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. तो इसके लिए वहां पर प्रभु जब बोलते समय मैं तुमको आनंद दूंगा, संसार का आनंद नहीं मैं तुमको दूंगा, प्रभु का आनंद प्रभु हमको दे रहा है। इतना बड़ा वचन का आज्ञा देने के बाद भी हमारे जीवन में क्या हो गया, वाक्य 2 में, क्योंकि हमें ये नए सुसमाचार सुनाई देने के बाद भी इस वचन को हम क्या कर रहे हैं, इसका लाभ नहीं हो रहा, क्योंकि इसको आप अनसुना कर रहे हैं, जिसका लाभ नहीं हो रहा। അത് ഏദൻ തോട്ടത്തിൽ അവര് സാത്താൻ പറഞ്ഞ വാക്ക് കേട്ട് വിശ്വസിച്ചതുപോലെ ഇന്ന് സുവിശേഷം കേൾക്കുമ്പോൾ ആൾക്കാർ വേറൊരു നിലയിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവരെത്ര കേട്ടിട്ടും 60 കൊല്ലമായിട്ടും സ്വസ്ഥതയില്ല. तो इसके लिए जैसा ईदन वाटिका में जब प्रभु ने उनको वाणी दिया, वचन दिया, तो उसको बात ना सुनते हुए शैतान को बात मानकर वो लोग अशांति में वो लोग गए, परमेश्वर से दूर हुआ। उसी तरह आज भी जब सच्चा सुसमाचार बोलने के बाद वो सुसमाचार को नहीं मानते, परंतु लोगों ने कुछ दूसरा नया सुसमाचार जो संसार का सुसमाचार है वो बात को सुनकर उसके पीछे जाते हैं और उसको विश्वास करते हैं। इसलिए विश्वासी है 60 साल हो गया, 20 साल 70 साल हो गया, फिर भी उसको विश्राम नहीं। 4:3 കൂടെ വായിക്കാം. എബ്രായർ 4:3. 4 का 3 भी हम देखते हैं, 3 पढ़े। हम जिन्होंने विश्वास किया है उस विश्राम में प्रवेश करते हैं. ഈ റെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിന്റെ റെസ്റ്റ് ആണ്. കാരണം നമ്മൾ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന ഹിസ് റെസ്റ്റ്,
तो वो ये विश्राम किसका बात कर रहा है? वो परमेश्वर का विश्राम के बारे में। उनके विश्राम जो 4:1 में पढ़ा, ये परमेश्वर का विश्राम है। उस विश्राम में हमें प्रवेश किया है। ആ അപ്പൊ അത് വിശ്വാസത്താൽ അത് എന്റെയും കൂടെ ഭാഗമാണ്. കാരണം ദൈവം എന്റെ പിതാവാണ്. എന്റെ പ്രശ്നങ്ങൾ യേശുക്രിസ്തു ക്രൂശി മരിച്ച് പാപത്തിന് പരിഹാരം വന്നിയപ്പോൾ എന്നെ മകനായിട്ട് ദൈവം സ്വീകരിച്ചു. ഇനി ദൈവത്തിന്റെ സന്തോഷവും സമാധാനമാണ് എന്റെ സന്തോഷം. तो वो मैं ये मेरा विश्वास करता हूँ, प्रभु ने जो कार्य किया वो कार्य को मैं विश्वास करता हूँ। वो विश्वास में प्रभु ने जो पिता को विश्राम देने का अनुभव में किया, उस विश्राम में मैं प्रवेश करते समय में मेरा भी वो विश्राम हो गया है। ये बात का कार्य को हमें विश्वास करना है। ആ ഒരു റെസ്റ്റിനെ ഏറ്റെടുക്കാത്തതാണ് അനുസരണക്കേടായിട്ട് നമ്മൾ എബ്രായ ലേഖനത്തിൽ കാണുന്നത്. तो ये बात को विश्वास नहीं करता, वो लोग है आज्ञा का पालन नहीं कर रहा करके जो अब्रानी को पुस्तक में पढ़ते हैं। ഏതെങ്കിലും നിലയിൽ നമ്മൾ ലോകത്തിന്റെ റെസ്റ്റിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. अगर कोई भी रीति से अगर हम लोग संसार को हमारा आश्रय बनाकर विश्राम ढूंढने के लिए संसार में गया है, तो ऐसे लोगों को मन फिरना जरूरी है। ദൈവം നമ്മുടെ അറിവിനനുസരിച്ചല്ല, ദൈവം അറിയുന്നു. കാരണം പിതാവ് അറിയുന്നു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും. കാരണം ദൈവത്തിന്റെ സമാധാനമാണ് നമ്മളെ ഭരിക്കേണ്ടത്. परमेश्वर हमारा इच्छा या हमारा जानकारी के हिसाब से कार्य नहीं करता, बल्कि हमारा सारा जरूरतों को प्रभु जानता है और उसके हिसाब से प्रभु कार्य करेगा। നമുക്ക് ദൈവത്തിന് നിത്യജീവനുണ്ട്, പക്ഷെ ദൈവത്തിന് സമാധാനം ഇല്ലെന്ന് പറയുമ്പോൾ അത് ചേർന്ന് പോകുന്നില്ലല്ലോ. तो अभी हम लोग बोल रहे हैं कि परमेश्वर का अनंत काल का जीवन मेरे पास है करके हम बोलते हैं, परंतु परमेश्वर का विश्राम नहीं। अगर ऐसा बोलेगा तो वो कैसा चलेगा? अनंत काल का जीवन है पर विश्राम नहीं बोला तो वो सही नहीं हुआ, मतलब दोनों बातें गलत हो गया ना। അതുകൊണ്ട് ദൈവത്തിന്റെ വിശ്രമവും നമ്മുടെ വിശ്രമവും ഒന്നാണ്. इसलिए परमेश्वर का विश्राम और हमारा विश्राम एक ही है। അപ്പൊ ദൈവത്തെ വിശ്രമത്തിലേക്ക് നയിച്ചത് യേശുക്രിസ്തുവാണ്. കാരണം പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട്. जिस तरह परमेश्वर को विश्राम में प्रवेश कराया यीशु मसीह ने, क्योंकि पाप का हल निकाला, तो അതുകൊണ്ട് നമുക്കും ആ വിശ്രമം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഈ വിശ്രമം കൈവിടാതെ വേണം നമ്മള് കാര്യങ്ങൾ ചെയ്യുവാൻ. इसी तरह हमें भी प्रभु का इस विश्राम में हम लोग हर बात में प्रभु पर आश्रय कर पकड़े रखकर न छोड़ते हुए प्रभु पर आश्रय कर जिए। കർത്താവ് നമ്മളെ അതിനായി അതിനാണ് സഹോദരന്മാരെ തന്നിരിക്കുന്നത്. നമ്മള് അഥവാ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ തെറ്റി ലോകത്തിലേക്ക് പോകുമ്പോൾ സഹോദര വൃന്ദം സഭ എപ്പോഴും സഹോദരന്മാരെ ക്രിസ്തുവിലേക്ക് വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ നമ്മൾ അന്യോന്യം ഉത്സാഹിപ്പിക്കണം. അല്ല നമ്മളിലേക്ക് കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. इसीलिए तो प्रभु ने हमें कलीसिया में अभी दुनिया में जीते समय में हमें कलीसिया दिया है, भाईचारा दिया है, प्रभु का भाइयों का प्रेम दिया है। क्योंकि इस दुनिया में जब हम जीते समय में हमारे में बहुत कमजोरियां होता है, तो वो भाई लोग है, भाइयों का जुट है जो हमें मदद करता है, हमें सहायता करता है, प्रोत्साहन करके प्रभु का उस प्रेम में वापस दोबारा लेकर आता है। നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ ഉപദേശത്തിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരെ നമ്മുടെ ചുറ്റും നിർത്തുകയല്ല. हमारा सेवा ये नहीं कि कुछ लोगों को हमारे बारे में कुछ अच्छा बोलकर, कुछ अच्छा कहानी बोलकर हमारे तरफ लेकर आए, हमारा टीम में जोड़े, ऐसा नहीं है हमारा सेवा। നമ്മളുടെ നിഴല് പോലും കാണാതെ ക്രിസ്തുവിലേക്ക് നയിക്കാനാണ്. കാരണം നമ്മുടെ സ്വയത്തെ ത്യജിച്ചുകൊണ്ട് ഒരു ലാഭവും എടുക്കാതെ കർത്തൃത്വം നടത്താതെ നമ്മൾ അടിമകളായി ദാസന്മാരായി കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ നമ്മളെ വിളിച്ചിരി. അതാണ് ശുശ്രൂഷ. हमारा छाया भी वहां पर ना दिखते हुए अपने आप को समर्पण करते हुए यीशु मसीह को आगे रखकर जो भी सेवा है प्रभु में नम्र होकर प्रभु को प्रकट करने का अवस्था में कार्य करना ही सच्चा सेवा है। അതുകൊണ്ട് ഒരു സഹോദരൻ ദുഃഖിച്ചിരിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ സമാധാനം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ ഇടവരട്ടെ. इसलिए जब एक भाई अगर निराश और दुखी है, तो ऐसे भाइयों के पास जाकर प्रोत्साहन करके प्रभु में शांति और आनंद क्या है वो बात बताने का एक जरिया बने। സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. धन्य है वे जो शांति दिलाता है, क्योंकि वो परमेश्वर का पुत्र कहलाए जाएंगे। അത് യേശുവാണ് നമുക്ക് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട്, കാരണം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. और यीशु है जिसने ये विश्राम लाया है, जिसने हमें परमेश्वर की ओर हमें धार्मिकता का मार्ग खोलकर हमें परमेश्वर से मेल मिलाप किया है। അങ്ങനെ വിശ്രമമുള്ള നമ്മൾ സഹോദരന്മാര് തമ്മിലുള്ള ജീവിതത്തിലും വിശ്രമം കൊണ്ടുവരണം. കാരണം അവർ ഡിവിഷൻ ഉണ്ടാക്കുന്നവർക്ക് ആത്മാവില്ല എന്നാണ് യൂദയുടെ ലേഖനത്തിൽ വായിച്ചത്. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ ആത്മാവില്ലാത്തവർ. എന്നാൽ ആത്മാവിന്റെ കൃപ നമുക്ക് തമ്മിൽ സമാധാനത്തോടെ പോകാൻ എങ്ങനെ വഴി ഒരുക്കും എന്നാണ് ചിന്തിക്കേണ്ടത്. इसीलिए जिसके पास प्रभु का आत्मा से वो भरा हुआ, शांति से भरा हुआ लोग हमेशा भाइयों के बीच में वही प्रभु का शांति को बांटकर आपस में भाईचारा को बनाए रखने का कोशिश करेगा। जिसके अंदर ये आत्मा नहीं, वो क्या करता है, वो लोग फूट लाता है। हमने
यूदा का पुस्तक में हमने पढ़ा था, वो लोग जो फूट लाता है जिसके अंदर आत्मा नहीं। प्रभु के लोग हमेशा प्रेम में प्रभु का प्रेम बांटकर मेल मिलाप और शांति का अनुभव में रखता है। നമ്മളിവിടെ ടെമ്പററി ആയിട്ടുള്ളവരാണ്. നമ്മുടെ രാജ്യം സ്വർഗമാണ്, സ്വർഗത്തിലെ ലൈഫാണ് നമ്മുടെ സ്വർഗത്തിലെ സന്തോഷമാണ്, സമാധാനമാണ്. നമുക്കൊരു പിതാവുണ്ട്, നമുക്കൊരു കർത്താവുണ്ട്. നമ്മുടെ ആ ജീവിതം സമാധാനപൂർണ്ണമാണ്. इसके लिए हमारा यहाँ पर कुछ पल के ही लोग हैं। हम लोग वास्तव में स्वर्गीय लोग हैं। हमारा राज्य स्वर्गीय का है, हमारा जीवन स्वर्ग का है, हमारा सब बातें स्वर्ग का, इसलिए उस स्वर्ग का सुख शांति का अनुभव में हमें जीना है। എന്നാൽ നമ്മൾ ബലഹീനത വരും, നമ്മൾ അറിയാതെ ലോകത്തിലേക്ക് പോകും. परंतु हम लोग जाने अनजाने में गलती से हम लोग संसार में गिर सकते हैं, कमजोरियां आ सकता है। ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ നമ്മളെ അസമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ പല രീതിയിലും പ്രവർത്തിക്കും. ये जगत का ईश्वर शैतान हमें बहुत तरीका इस्तेमाल करेगा, हमें वापस अशांत कर प्रभु के प्रेम से दूर होने के लिए। അതുകൊണ്ടാണ് നമ്മള് കൂട്ടായ്മ വിട്ടുപോകാതെ സഹോദരങ്ങളെ ഏത് നിലയിലും വില കൊടുത്ത് സഹോദരവർഗത്തിന് വേണ്ടി ജീവിച്ച് അന്യോന്യം കൂട്ടായ്മയിൽ, അതായത് കർത്താവിനെ നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിച്ച് കൂട്ടായ്മ അനുഭവിച്ചും പോരാൻ, അത് നാൾ കഴിയും തോറും അധികമായി ചെയ്യുവാൻ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് അതിനായി നമ്മളെ ഒരുക്കട്ടെ. കർത്താവ് നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കാം. കർത്താവിന് വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. इसलिए जितना भी हो सके भाईचारे को बनाए रखने के लिए हम लोग यत्न करते रहे, जितना कोशिश हो सके, हम सबसे जितना हो सके हमेशा संगति में बनाए रखने के लिए, संगति में जाते रहकर भाइयों का मूल्यता को जानकर हमेशा उस प्रेम में संगति में बना रहने के लिए प्रभु हमको सहायता करे। जैसे इब्रानियों का पुस्तक में हम पढ़ते हैं, प्रभु का दिन जितना नजदीक आ रहा है उतना संगति को और अधिक बढ़ाए रखने का यत्न करने का उत्तेजना सभी भाइयों में रहना है। उसके लिए दाम चुकाना है, संगति में आकर दाम चुकाकर उस प्रभु का प्रेम को प्रकट करना है। ये बात को में बने रहने के लिए प्रभु सब भाइयों को सहायता करे। प्रभु का महिमा हो। आमीन। प्रेज द लॉर्ड।